نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെടുത്തി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊച്ചിയിലെ ഒരു സ്കൂളിൽ ഇവിടെ ഉണ്ടായ ഒരു ഹിജാബ് വിവാദം നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും വലിയ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രയാസം വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവായ വശം എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള പഠിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ഒരു സാഹചര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയുവാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആളുകളെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യാദൃശ്ചികമായി തന്നെ ഇത്തരം അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമികമായി അതിന്റെ വശം എന്താണ് എന്ന് അറിയുവാനുള്ള, പഠിക്കുവാനുള്ള ഒരു സന്ദർഭം നമുക്ക് അതിലൂടെ ലഭിക്കുന്നു എന്നുള്ള ഒരു സൗകര്യം നമുക്ക് അതിലൂടെ പരിഗണിക്കാവുന്നതാണ്. അത് ആ രീതിയിൽ നാം ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ. എന്താണ് ഹിജാബ്? ഇന്ന് ലോകത്തിന്റെ വ്യവസ്ഥയിൽ തന്നെ സ്ത്രീയെ, പെണ്ണിനെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു പ്രത്യേക കൾച്ചറാണ് നിലനിൽക്കുന്നത്. ഒരു മൊട്ടുസൂചി വിൽക്കണമെങ്കിൽ അതിന് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പൂർണ്ണമല്ലാത്ത അല്ലെങ്കിൽ ഒരു അർദ്ധനഗ്നയായ ഒരു ചിത്രം നൽകിയാലേ ആളുകൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ എന്ന നിലക്ക് എന്തിനും ഏത് വിൽപ്പനക്കും സ്ത്രീയെ ഉപയോഗപ്പെടുത്തുകയും അവളെ അർദ്ധനഗ്നയായി അവതരിപ്പിക്കുകയും അത് തെറ്റായ ഒരു സംസ്കാരത്തിലേക്ക്, ഒരു ചൂഷണത്തിലേക്ക്, പലപ്പോഴും കയ്യേറ്റത്തിലേക്ക് പോലും സ്ത്രീ സമുദായത്തെ, സ്ത്രീകളെ എത്തിക്കുകയും ചെയ്യുന്ന
ഒരു വ്യവസ്ഥിതിയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കച്ചവട രംഗത്തുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മീഡിയയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറയുന്നത് എന്താണ്? ആർക്കാണ് ഇസ്ലാം ഇങ്ങനെ ഒരു ഹിജാബ് നിർബന്ധമാക്കിയിരിക്കുന്നത്? ഇത് 6-ാം നൂറ്റാണ്ടിന് മാത്രം ബാധകമാണോ? അറേബ്യൻ കാലാവസ്ഥക്ക് അനുകൂലമായ ഒരു വസ്ത്രധാരണ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തതാണോ? പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ ഇതിനുണ്ടോ? പള്ളിയിൽ വരുമ്പോൾ മാത്രം ധരിക്കേണ്ടതാണോ ഹിജാബ്? നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതാണോ ഇത്? ഉംറക്കും ഹജ്ജിനും പോകുന്ന സ്ത്രീകൾ അണിയുവാനുള്ള വസ്ത്രമാണോ ഹിജാബ്? ആരാധനാ സന്ദർഭത്തിൽ മാത്രമാണോ ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ ഒരു നിജസ്ഥിതി ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാമിലെ വസ്ത്രവിധാനത്തിലൂടെ അള്ളാഹു സഹോദരിമാർക്ക് നൽകിയിരിക്കുന്ന, സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ചിലർ പറയും, ചിലർ പെൺകുട്ടികളോട്, നമ്മുടെ മക്കളോടൊക്കെ ചിലപ്പോൾ ചോദിക്കും, ഈ ഉസ്താദിന്റെ മോളാണോ, ഇത് ഹാജിയാരുടെ മകളാണോ, അതല്ലെങ്കിൽ നീ ഏതെങ്കിലും പണ്ഡിതന്റെ മോളാണോ എന്നൊക്കെ ചോദിച്ച് നിന്ദിക്കുവാൻ വേണ്ടി, അപഹസിക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായി വിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം, യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, കുല്ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയുക, വ ബനാതിക, താങ്കളുടെ പെൺമക്കളോട്, വ നിസാഇൽ മുഅ്മിനീൻ, മുഴുവൻ വിശ്വാസിനികളോടും താങ്കൾ പറയുക. പ്രവാചകന്റെ ഭാര്യമാർക്ക് വേണ്ടിയുള്ള വസ്ത്രധാരണ രീതി അല്ലാതെ പ്രവാചകന്റെ മക്കൾക്കുള്ള അല്ലെങ്കിൽ പെൺമക്കൾക്കുള്ള അങ്ങനെയൊന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് ഉണ്ട് എങ്കിൽ അവർക്കുള്ള വസ്ത്രധാരണ രീതി അല്ല അത്. മറിച്ച് വനിസാഇൽ മുഅ്മിനീൻ, മുഴുവൻ വിശ്വാസിനികളോടും, വിശ്വാസികളിൽപ്പെട്ട മുഴുവൻ സഹോദരിമാരോടും പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രത്തെ, മൂടുപടത്തെ അവർ അവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. എന്തിനു വേണ്ടിയാണത്? ഒന്നാമത്തെ കാര്യം, അതിലൂടെയാണ് അവരുടെ ഐഡന്റിറ്റി നിർവഹിക്കപ്പെടുന്നത്, അതിലൂടെയാണ് അവർ തിരിച്ചറിയപ്പെടുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം, നമ്മുടെ സഹോദരിമാർ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം, നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഐഡന്റിറ്റിയാണ് അവളുടെ വസ്ത്രധാരണ രീതി എന്നുള്ളത്. ഒരു വിവസ്ത്രയായ അല്ലെങ്കിൽ അല്പവസ്ത്രധാരിയായ ഒരു സഹോദരി സംസാരിക്കുമ്പോൾ, നിങ്ങൾ എന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കൂ, എന്റെ സൗന്ദര്യം ഇന്ന ഇടങ്ങളിലാണ് എന്ന് പറയുമ്പോൾ, ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ വസ്ത്രവിധാനം കൊണ്ട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ എന്നുള്ളതാണ്. പല പുരുഷന്മാരുടെയും കണ്ണ് തെറ്റിപ്പോകുവാനുള്ള കാരണം വസ്ത്രധാരണ രീതിയാണ് എന്നുള്ളത് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് അവൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുമ്പോഴാണ്. തുറന്നു വെക്കുന്നതിലല്ല, ഓപ്പൺ ആവുന്നതിലല്ല, മറിച്ച് അവൾക്കൊരു അന്തസ്ത് ലഭിക്കുന്നത്. പലപ്പോഴും പല ഫേമസ് ആയ ആളുകളും സിനിമാ നടിമാരടക്കം തുറന്നു പറഞ്ഞതിന്റെ ക്ലിപ്പുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഞാൻ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ചെന്നാൽ, ഞാൻ ഹൈദരാബാദിലേക്ക് ചെന്നാൽ, ഞാൻ വല്ലപ്പോഴും മുംബൈയിൽ പോവേണ്ടി വന്നാൽ പർദ്ദ ധരിച്ചാണ് നടക്കാറുള്ളത്. അതാണ് എനിക്ക് സുരക്ഷിതത്വമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്ന ഇത്തരം ഫെയിമുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അന്തസ് അതിലാണ്. ഇത് നമ്മുടെ മക്കൾ ഉൾക്കൊള്ളണം. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ശരിക്കിട്ടിട്ട് ഉപ്പാന്റെ മറവിക്ക് പോയാൽ, ഉസ്താദ് കാണാത്തോടത്തേക്ക് എത്തിയാൽ, അറബി ഭാഷ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവസാനം മുടി പുറത്താകുന്നതാണ് ചൊർക്ക്. അതാണ് എനിക്ക് രസം എന്ന് ഏതെങ്കിലും സഹോദരിമാരോ പെൺകുട്ടികളോ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം നിങ്ങൾ മുഖമക്കനെ ധരിക്കുമ്പോഴാണ്, നിങ്ങൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുമ്പോഴാണ്
അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി, അതാണ് നിങ്ങൾക്ക് അന്തസ് എന്ന് ഉൾക്കൊള്ളുവാനുള്ള ഒരു ആത്മവിശ്വാസം ആദ്യം നമ്മൾ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. എന്തുകൊണ്ട് ഇത്തരം മെട്രോപൊളിറ്റൻ സിറ്റികളിൽ പോകുമ്പോൾ ഇവർ എന്ത് ചെയ്യുവാനും മടിയില്ലാത്ത ഈ ആളുകൾ പോലും എന്തുകൊണ്ട് ഇത്തരം പർദ്ദയിലേക്ക് മടങ്ങുന്നു? അവിടെയാണ് സുരക്ഷിതത്വം എന്ന് അവർക്കറിയാം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകൾ അവന്റെ ഇമോഷണൽ ലെവലിൽ ഉണ്ടാക്കുന്ന ഇംബാലൻസ്, അവന്റെ മനസ്സിലുണ്ടാക്കുന്ന മോഹങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ട ഇടങ്ങളിലോ ചില പ്രത്യേക പ്രദേശങ്ങളിലോ ആക്രമിക്കപ്പെടുവാൻ കാരണമാകും. എന്നാൽ ഇസ്ലാമിക വസ്ത്രം ധരിച്ച്, മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയെ തെറ്റായ ചിന്തകളോടെ നോക്കുവാനോ ഉപദ്രവിക്കുവാനോ സാധാരണ നിലക്കാരും ധൈര്യം കാണിക്കയില്ല. അതുകൊണ്ടാണല്ലോ ഇവരത് ചെയ്യുന്നത്. അതാണ് 14 നൂറ്റാണ്ട് മുൻപ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാൻ അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളും. അതിന്റെ ഒരു എക്സ്ട്രാ തീവ്രതയിലേക്ക് അല്ലാഹു റസൂൽ അനുവദിച്ചതാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മറക്കുക. മുഖം അവർക്ക് തുറന്ന് കാണിക്കാവുന്നതാണ്. ഇന്ന് ചില ആളുകളൊക്കെ അത് ഓവറായിട്ട് നിർബന്ധിച്ചിട്ട്, ഇനി ഏതെങ്കിലും ഒരാള് അവർ ചെയ്യുന്നെങ്കിൽ അങ്ങനെ മുഖം മറക്കുന്നതാണ് അവർക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ അതിനെ നമ്മൾ അത് അവർ ആ രീതിയിൽ ചെയ്യണം. പക്ഷെ ഒരിക്കലും അത് ഇസ്ലാം നിർബന്ധിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കം മുഖം കാണിക്കുന്ന രീതിയിലായിരുന്നു മുഖവും മുൻകൈയും. നമസ്കാരത്തിൽ പോലും അല്ലാഹു റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. മുഖം മറച്ച് നമസ്കരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, കൈ മറച്ച് നമസ്കരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഗ്ലൗസ് ധരിക്കേണ്ടതില്ല, നിക്കാബ് ധരിക്കാൻ പാടില്ല. അത് രണ്ടും ഒഴിച്ച് ബാക്കിയാണ് ഒരു സ്ത്രീയുടെ അന്തസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് അവരാരും സ്വീകരിക്കട്ടെ. പക്ഷെ അല്ലാത്തത് മറക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളതാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതാണ് ഒരു സ്ത്രീയുടെ അന്തസ് എന്ന് പറയുന്നത്. അത് സ്വീകരിക്കുന്നതിനുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് പള്ളിയിലേക്ക് പോകുമ്പോ, ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുമ്പോ മാത്രല്ല, കല്യാണത്തിന് പോകുമ്പോ എങ്ങനെയാവാം, ടൂറിന് പോകുമ്പോൾ എങ്ങനെയാവാം എന്ന മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് കൂടുതൽ അപകടം ഉണ്ടാകുവാൻ സാധ്യത, പള്ളിയിലേക്ക് വരുമ്പോഴല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അതൊരു ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതിയാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി പുറത്തിറങ്ങുമ്പോ, അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുമ്പോ അവൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുക. ആ ഒരു ചിട്ട നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്തുവാനും നല്ല ഒരു കൾച്ചർ അവർക്കിടയിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് ഇസ്ലാമിന്റെ കൽപ്പന എന്ന് പറയുന്നത്. മാന്യമായി വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അത് ആ രീതി നമ്മൾ ഉൾക്കൊള്ളുക, നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെയുണ്ട്. അത് ജോലിക്ക് പോവുകയാണെങ്കിലും, പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും, കുടുംബ സന്ദർശനത്തിനാണെങ്കിലും, ടൂറിലാണെങ്കിലും, ഷോപ്പിങ്ങിലാണെങ്കിലും ഒക്കെ എല്ലാ സമയത്തിലും, കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനെ, പള്ളി പോകുമ്പോൾ അങ്ങനെ എന്നൊരു രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതിനെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു സംഗതിയും, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങി എന്നുള്ളതിന്റെ പേരിൽ, ഹിജാബിന്റെ ആയത്ത് എന്ന് പറയുന്നത് ഫസ്അലു മിൻ വറാഇൽ ഹിജാബ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ 53-ാമത്തെ ആയത്തിലൂടെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങളൊരു മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക എന്ന് പറയുന്ന ഹിജാബ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ 53-ാമത്തെ ആയത്തിലുണ്ട്. ആ ആയത്ത് വെച്ചിട്ടാണ് പെണ്ണന്മാർ പറയുന്നത് ഹിജാബിന്റെ ആയത്ത്. ഈ ആയത്ത് വെച്ചിട്ട് ഇന്ന് നമ്മുടെ നാട്ടില് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം മുസ്ലിം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല, അത് ഹറാമാണ്. എന്താ കാരണം? ഹിജാബിന്റെ ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടില് വാ തോരാതെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഹിജാബിന്റെ ആയത്തിന് ശേഷം ഒരു പെണ്ണും പള്ളിയിൽ പോയിട്ടില്ല. എന്നിട്ട് ഹിജാബിന്റെ ആയത്ത് എന്ന് പറഞ്ഞ അവർ അവതരിപ്പിക്കുന്ന ഏതാ? വലാ തബറുജുന എന്ന് പറഞ്ഞ മറ്റൊരായത്ത്, അതിൽ ഹിജാബ് എന്നൊരു പ്രയോഗമില്ല, അത് ഹിജാബിന്റെ ആയത്തുമല്ല. ഇനി ആണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് പള്ളിയിൽ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം എന്തായാലും ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിന്, ഒരു മറക്കപ്പുറത്ത് നിന്ന് ചോദിക്കണം എന്ന കൽപ്പനയാണ്. അതിലൂടെ ഒരിക്കലും പള്ളിയിലേക്ക് പോകുന്നതിനെ ഇസ്ലാം എതിർത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പള്ളിയിൽ പോയതും
ഉമർദാനുവിന്റെ ഭാര്യ പള്ളിയിൽ പോയിരുന്നു. ഉമർദാനുവിന്റെ ഭരണകാലത്ത് നബിയുടെ മരണശേഷമാണ് ഇതൊക്കെ. അന്നെല്ലാം അത് സംഭവിച്ചു. മാത്രമല്ല ഇന്ന് ഹറമിൽ പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം, അവിടെയൊക്കെ നിർബാധം സഹോദരിമാര് ഇരു ഹറമുകളിലേക്കും വരികയും അവിടെ ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിനില്ല. പിന്നെ ഈ പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ള ഹിജാബിന്റെ ആയത്തുണ്ട് എന്ന് പറയുന്ന ആളുകൾ അല്ലാത്ത എല്ലാ കാര്യത്തിനും അനുവദിച്ചു കൊടുക്കുക. വയലിന് പോകുന്നതിന് വിരോധമല്ല, അവിടെ ഹിജാബിന്റെ ആയത്തില്ല. നേർച്ചയ്ക്ക് പോകുന്നതിന് വിരോധമല്ല, അവിടെ ഹിജാബിന്റെ ആയത്തില്ല. അതേപോലുള്ള എല്ലാ ഏർപ്പാടും സഹോദരിമാരെ പള്ളി സന്ദർശനത്തിനടക്കം, ഏത് പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപുണ്ട് ഒരു പള്ളി സന്ദർശനം. എന്നിട്ട് എല്ലാ സഹോദരിമാരും വിളിച്ചു കൂട്ടും, പള്ളി കയറ്റും. അവിടെ ഒരു പെട്ടി ഉണ്ടാവും അന്ന് പൈസ ഇടാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടിയാ വിളിക്കുന്നത്. അന്ന് സഹോദരിമാർക്ക് പള്ളിയിൽ പോകാൻ ഹിജാബിന്റെ ആയത്തൊന്നുമില്ല. ആകെ ഉണ്ടാവുക ഈ സഹോദരിമാര് വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്നതിന് എതിർക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ജമാഅത്തിനും ജുമായിലും പങ്കെടുക്കുന്നതിന് മാത്രം. അങ്ങനത്തെ ഒരു ഹിജാബിന്റെ ആയത്ത് ഇല്ല എന്ന് കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ വിധി അതാണ്. രണ്ടാമത്തെ ഒരു സംഗതിയും ഹിജാബ് ധരിക്കുന്നവരെ, അഥവാ ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതിലെ എന്തെല്ലാം വിമർശനങ്ങളാണ്. ചില ആളുകൾ പറയും ചാക്ക് കെട്ടി നടക്കുകയാണ്, മുസ്ലിം സ്ത്രീയെ ചാക്കിലാക്കി, എന്നിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചു. അവർക്ക് എങ്ങനെയാണ് ശ്വാസം അയക്കാൻ പറ്റുക, അവർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക, ഹജ്ജുമ്മമാരാണോ ഇവരെല്ലാവരും എന്നൊക്കെ പണ്ട് പരിഹസിക്കുന്ന ആളുകള് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു ടീം തന്നെ മുസ്ലിംകൾക്കിടയിലുള്ളവരും അല്ലാത്തവരൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നിശ്ചയിച്ച വേഷമാണിത്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേഷം എന്നുള്ളൊരു അഭിമാന ബോധത്തോടു കൂടി അതിനെ സ്വീകരിക്കുക. ആരൊക്കെ എന്തൊക്കെ ആക്ഷേപിച്ചാലും ആക്രോശിച്ചാലും ആ പരിഹാസത്തെ നമ്മൾ തള്ളിക്കളയുക. അതാണ് നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്. വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ഇന്ന മിൻ വറായിക്കും അയ്യാമു സബർ, നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ ഒരു നാള് വരാനുണ്ട്, പ്രയാസങ്ങൾ വരുന്ന ഒരു നാള്, ക്ഷമിക്കേണ്ടുന്ന ഒരു നാള് വരാനുണ്ട്. ലിൽ മുത്തമസ്സിക്ക് ഫീഹിന്ന യൗമൈദിൻ ബിമാ അൻതും അലൈഹി അജ്റുൻ 50 മിൻകും, നിങ്ങളിൽ നിന്ന് 50 ഷഹീദുകൾ ലഭിക്കുന്ന അത്രയും പ്രതിഫലം അന്ന് ക്ഷമിക്കുന്ന ആളുകൾക്ക് ലഭിക്കും. എന്ന് വെച്ചാൽ ഒരു തീക്കനലിൽ പിടിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി മുറുകെ പിടിച്ചാൽ, ഇസ്ലാമിക വസ്ത്രം ധരിച്ചാൽ, ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അന്ന് ക്ഷമിക്കുന്ന ആളുകൾക്ക് അപാരമായ പ്രതിഫലം ലഭിക്കും എന്നാണ് വിശാസം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ കാലത്ത് ഇത് നമ്മൾ പറയുമ്പോ, നമ്മൾ അങ്ങനെയായി മാറുമ്പോ, മീഡിയ അതേപോലെ തന്നെ പൊതുരംഗത്തുള്ള ആളുകള്, നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ വിമർശിക്കുമ്പോ, ഇപ്പൊ ഈ ഒരു വിഷയം ഉണ്ടായപ്പോ നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിം സ്ഥാപനത്തിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ചില മുസ്ലിം സ്ഥാപനങ്ങളുടെ ഒരുപാട് ഇഷ്യൂ, ചെറിയ ചെറിയ ഇഷ്യൂ, അതിനെ എത്രത്തോളം പർവ്വതീകരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ മീഡിയ അവതരിപ്പിച്ചത്. എന്നാൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവകാശമാണ് അവൾക്ക് എവിടെയും വിദ്യ അഭ്യസിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയും. പക്ഷെ അതിനെ എങ്ങനെയാണ് മീഡിയ നോക്കിക്കണ്ടത്? മുസ്ലിങ്ങളുടെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വല്ലാതെ കത്തിക്കുന്ന ആളുകള്, മുസ്ലിങ്ങൾ അവർക്ക് അവരുടെ വസ്ത്രം ധരിച്ച് വിദ്യാഭ്യാസം നേടുവാനുള്ള അവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അതൊരു വല്ലാത്ത രീതിയിൽ രാജ്യത്തെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന രീതിയിലുള്ള ഒന്നാണ് എന്നൊക്കെ വാദിക്കുവാനുള്ള ശ്രമം നമ്മുടെ നാട്ടിലുള്ള മീഡിയ, പൊതുരംഗത്തുള്ള ആളുകൾ, പത്രപ്രവർത്തകരൊക്കെ സ്വീകരിക്കുന്ന രീതി നമ്മളെല്ലാവരും കണ്ടു. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അറബിക് കോളേജുകളുണ്ട്. ഈ അറബിക് കോളേജുകൾ പരീക്കോട്, സുല്ലം ഇസ്ലാം, ഇടവെള്ള ജാമ്യ എന്നിവയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പർദ്ദയാണ് അവിടുത്തെ യൂണിഫോം എന്ന് പറയുന്നത്. ഇന്ന് അറബി പഠിക്കുന്ന നമുക്ക് എത്രയോ കുട്ടികൾ നമുക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലടക്കം മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ നോൺ മുസ്ലിംസ് അറബി പഠിക്കുന്നുണ്ട്. അറബിക് കോളേജില് അറബി പഠിക്കുന്ന അഫ്സലുൽ ഉലമ എന്ന് പറയുന്ന അറബിക് കോഴ്സിന് വരുന്ന ഡിഗ്രി ചെയ്യുന്ന, PG ചെയ്യുന്ന കുട്ടികൾ, അതില് മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. അവർക്ക് അവരുടെ വസ്ത്രം ധരിച്ച് വരാം. എത്രയോ സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊരിക്കലും ഇവിടുത്തെ യൂണിഫോം ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ അത് ധരിക്കണം എന്ന വാശി അവിടെ ഒന്നുമില്ല. അവരുടെ ഡ്രസ്സ് ഏതാണോ അത് ധരിച്ചാണ് അവർ വരുന്നത്. ആ ഒരു പൊതു സമീപനം എല്ലാ രംഗത്തും നിലനിർത്തുക. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ സ്നേഹവും പരസ്പരമുള്ള ബന്ധവും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ എല്ലാവർക്കും സാധിക്കും. ആ ഒരു ബോധം നമുക്കാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ
നമ്മൾക്ക് വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ പതറേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ നേരിടാൻ സാധിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി ശാസ്ത്രം പഠിപ്പിച്ചു, ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങളുടെ കോപം, ദേഷ്യം സഹിക്കാൻ, നമ്മള് ഇസ്ലാമികമായി വസ്ത്രം ധരിക്കുമ്പോ അതിനുവേണ്ടി ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ ആളുകളുടെ ദേഷ്യം ഒരുപക്ഷെ നമുക്ക് ഉണ്ടായാലും അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ സഹിക്കാൻ തയ്യാറായാൽ അള്ളാഹു ആളുകളിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകും. അത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഭയപ്പെടേണ്ടതില്ല. ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുക. അതോടൊപ്പം റസൂൽ പറഞ്ഞു, അള്ളാഹിന്റെ കോപത്തിലൂടെ ജനങ്ങളുടെ തൃപ്തി നേടാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ജനങ്ങൾക്ക് ഇഷ്ടം ഇത് അയച്ചു വെക്കലാണെങ്കിൽ ഞാനത് ചെയ്യും എന്ന രീതിയിലാണ് പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി കുട്ടികളൊക്കെ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ നിന്ന് ഈ രീതിയിൽ പുറത്തിറങ്ങുന്ന മക്കള് അതിനുശേഷം ഡ്രസ്സ് മാറിയിട്ട് കുട്ടികൾക്കൊപ്പിച്ച് ഫ്രണ്ട്സിനൊപ്പിച്ച് മഫ്ത ഊരി ഡ്രസ്സൊക്കെ മാറിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഘോഷിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ കോപം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നത് എങ്കിൽ അള്ളാഹ് അവനെ അല്ലെങ്കിൽ അവളെ ജനങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കും. പിന്നെ അവളായി അവളുടെ പാടായി, അവനായി അവന്റെ പാടായി. ആ രീതിയിൽ അള്ളാഹു അവരെ വിട്ടുകൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിലാണ് ഖൈറ്, അതിലാണ് ബർക്കത്ത്. നാലാം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾക്കായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ സ്കൂളിലേക്ക് ചേർക്കുന്നു, ക്യാമ്പസിലേക്ക് ചേർക്കുന്നു, പിന്നെ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുന്നു. അവിടെ ഇസ്ലാമികമായ ഒരു എൻവയൺമെന്റ് നിലനിൽക്കുന്നുണ്ടോ? ദീനിയായി കാര്യങ്ങൾ പഠിക്കാനും അനുഷ്ഠിക്കാനും ആ കുട്ടിക്ക് അവിടെ അവസരം ലഭിക്കുന്നുണ്ടോ? ഇപ്പോ ബാംഗ്ലൂര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല സ്ഥാപനങ്ങളും, ഹൈദരാബാദ് പല സ്ഥാപനം നമ്മൾ കൊണ്ടുപോയി ചേർക്കാറുണ്ട്. പഠിപ്പിക്കുന്നത് നല്ലത് തന്നെ, എന്തൊക്കെ ആ കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. പക്ഷെ പലപ്പോഴും അവിടെ നമസ്കാരം നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിലും നമസ്കരിക്കാൻ പാടില്ല. ഇസ്ലാമിക വസ്ത്രം ആ കുട്ടി ഇച്ഛിച്ചാൽ പോലും ചെയ്യാൻ ചില സ്ഥാപനം, ഈ പറഞ്ഞ സ്ഥാപനത്തിലടക്കമുള്ള വേഷം തരോ, ആൺകുട്ടികളുടെ വേഷം പാന്റും ഫുൾ സ്ലീവും, ഫുൾ കൈ ഷർട്ട്. പെൺകുട്ടികളുടെ വേഷം മിനി സ്കേർട്ടും അതേപോലെ തന്നെ ഹാഫ് സ്ലീവും അതേ പാടുള്ളൂ. എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്ത്? ഈ സ്ഥാപനത്തിന്റെ യൂണിഫോം ഞാൻ പിന്നെ പാലിച്ചു കൊള്ളാം എന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പിന്നെ നമ്മളെ സ്ഥാപനങ്ങൾ, നമ്മുടെ കൾച്ചർ അനുസരിച്ച് പഠിക്കുവാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് ജുമാക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മൾ കൊണ്ടുപോയി ആക്കിയിട്ട് പിന്നെ 10-25 കൊല്ലത്തെ പഠനം കഴിഞ്ഞ് കുട്ടി വന്നിട്ട് പള്ളി പോലടെ എന്ന് ചോദിച്ചാൽ ഓൻ എന്തിനടേ ഒന്ന് തിരിച്ചു ചോദിക്കും. ആ രീതിയിൽ നമ്മളെ മക്കളെ എത്തിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ജുമാ കട്ട് ചെയ്യുമ്പോ, ഒന്നാമത്തെ ജുമാക്ക് ഇതേപോലെയുള്ള ഒരു സിറ്റിയിൽ പോയിട്ട് ഒഴിവാക്കും, അവന്റെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാകും. ഭയങ്കര പ്രയാസമായിരിക്കും. നമുക്കറിയാലോ, ഒരിക്കലും ഒരു ജുമാ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല. ജമാഅത്ത് ചിലപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പലരും സ്കിപ്പ് ചെയ്യും. ജമാഅത്തിന് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ് നിസ്കരിക്കാം, ജമാഅത്തിനേക്ക്. പക്ഷെ ജുമാ ഒഴിവാക്കാൻ നമ്മൾ അങ്ങനത്തെ സംഭവം ഇല്ല. പക്ഷെ ഈ കുട്ടി ഒന്നാമത്തെ വെള്ളിയാഴ്ച വന്നപ്പോ അവന് അവിടെ ക്യാമ്പസിൽ പള്ളിയില്ല, പള്ളി പോകാൻ അവസരമില്ല, ജുമാ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അങ്ങനെ ഒന്നാമത്തെ ജുമയ്ക്ക് അവൻ ഭയങ്കര പ്രയാസം. അവൻ ആ റൂമിൽ വന്ന് ഇരുന്നിട്ട് ഒറ്റക്കൊക്കെ നിസ്കരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 6 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടില്ലേ എന്ന് ഒന്നിട്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ എവിടെ കൊണ്ടുപോയി ചേർക്കുന്നു, ഇസ്ലാമികമായ എൻവയൺമെന്റ് അവിടെ ഉണ്ടോ? അള്ളാഹു റസൂൽ പഠിപ്പിച്ച ആ ശീലം വളരെ പ്രധാനപ്പെട്ട. പറഞ്ഞല്ലോ, മുറു സുബിയാനക്കും ബിസ്സലാത്തു വ മുബിനാ സുബൈസ്, 7 വയസ്സാകുമ്പോൾ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കുക, വസ്ത്രധാരണം ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. എന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടിനെ തന്നെ നമ്മൾ ഇടങ്ങേറാക്കണം എന്നല്ല അർത്ഥം. പക്ഷെ ആ കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് ഇസ്ലാമിക വസ്ത്രത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ചില കുടുംബം നമ്മൾ പോണത് കാണാം, വല്യമ്മ നല്ല പർദ്ദയൊക്കെ ഇട്ടുണ്ട്, ഉഷാറ, ബ്ലാക്ക് പർദ്ദയും മഫ്തിയൊക്കെ ഇട്ട് ഉഷാറ്. വല്യമ്മാന്റെ കൂടെ പിന്നെ ഒരു ഉമ്മ ഉണ്ട്, അത് അവർക്കൊരു 10-40 വയസ്സുണ്ടാകും. ഒരു ഷാൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വല്യമ്മ പർദ്ദയും മഫ്തി, അതിന് താഴെ 10-40-35 വയസ്സുള്ള മോള് ഒരു ഷാള്, അവളുടെ മുടി കുറച്ച് കാണുള്ളൂ, അവരുടെ മുടി. അത് കഴിഞ്ഞിട്ട് പിന്നെ 18 വയസ്സുള്ള അവരുടെ ഒരു മോളുണ്ട്, പേരക്കുട്ടി, ഓള് ഒരു ടീഷർട്ടും ജീൻസും.
അപ്പൊ പിന്നെ അതിലെന്താ അർത്ഥം? എല്ലാ നമ്മൾ ഈ പെൺകുട്ടി പിന്നെ ഈ 18 വയസ്സുണ്ടാകുമ്പോൾ ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കുന്ന, പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി നടക്കും. അകത്ത് ഒരു കുട്ടി അങ്ങനെ ഇടുന്നെങ്കിൽ ഓക്കെ, പക്ഷെ പുറത്തിട്ട് ശീലമായ കുട്ടിക്കും പിന്നെ എന്നാണ് ആ കുട്ടി ആ ഹാബിറ്റിൽ നിന്ന് മാറുക? ശീലം വളരെ പ്രധാനപ്പെട്ടത്. അപ്പോ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മദ്രസയിലൊക്കെ പോകുന്നതിന് മൊത്തമായിട്ട് ശീലിപ്പിക്കുന്ന എന്തിനാ? ആ കുട്ടിക്ക് ഒരു ശീലം ഉണ്ടായി മാറാം. ചെറുപ്പത്തിൽ നമസ്കരിച്ച ഒരു കുട്ടിക്ക് വലുപ്പത്തിൽ നമസ്കരിക്കാൻ ആ സമയം വരുമ്പോ ആ കുട്ടി പഠിച്ച അസർ ആയല്ലോ, നിസ്കരിക്കണല്ലോ, ലുഹർ ആയല്ലോ, നമസ്കരിക്കണം തോന്നല് വരും. ജുമാക്ക് പങ്കെടുത്ത കുട്ടികൾ ശീലമായി മാറും. എന്നാൽ അതിൽ നിന്ന് വിട്ടുപോയ, അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് ശീലമാക്കി കാണിച്ചു കൊടുക്കുക. ആ ശീലം നമ്മൾ ചെറുപ്പത്തിലെ മക്കൾക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം സ്ഥാപനത്തിൽ കൊണ്ടുപോയാൽ അവിടെ ശീലിപ്പിക്കുന്ന എന്താ നിങ്ങൾ, അവിടെ സന്മാർഗ പാഠം എന്ന പേരിൽ മതവിശ്വാസം പോലും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? നമ്മളെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും പോരാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ പഠിപ്പിച്ചോളൂ. പക്ഷെ ശ്രദ്ധിക്കണം, അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് അവസാനം അവിടുന്ന് പഠിച്ച് തിരിച്ചു വരുന്നത് എന്താണെന്നറിയോ? പല ക്യാമ്പസിലും പല പഠന കേന്ദ്രങ്ങളിലും ഉണ്ടായ അവസരം രക്ഷിതാക്കൾ ഷെയർ ചെയ്യാറുണ്ട്. ചെറിയ മക്കൾക്ക് എല്ലാ ദിവസവും വന്നിട്ട് ഒരാൾ ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ചോക്ലേറ്റിന്റെ പേര് ക്രൈസ്റ്റ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച സംഗതികളാ. നല്ല മധുരമുള്ള മിഠായി ക്രൈസ്റ്റ്. ഒരു ദിവസം ഇയാൾ വന്നിട്ട് കൊടുത്ത മിഠായി കുറച്ച് കയ്പായിരുന്നു, ചവർപ്പ്. അപ്പൊ കുട്ടികളൊക്കെ വായിലിട്ടിട്ട് ഈ മിഠായി തുപ്പിക്കളഞ്ഞു. ഇതെന്ത് മിഠായി, കയ്പാണെന്നാണ് കുട്ടികൾ പരാതി പറഞ്ഞപ്പോ ആ മിഠായി മാറിയിട്ടുണ്ടല്ലേ, ഇന്നത്തെ മിഠായിയുടെ പേര് മുഹമ്മദ് ആണ്. ഇതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കണ ഇത്തരം സംഗതി. നമ്മളുടെ ആദർശത്തെ, വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പുറത്ത് നമ്മൾ കാണുന്ന ശ്രമങ്ങൾ നടത്തുമ്പോൾ അകത്ത് ഇത്തരം നിഗൂഢ ശ്രമങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു എൻവയൺമെന്റ്, നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു വിശ്വാസ സാഹചര്യം, നമ്മുടെ ദീന് പഠിക്കാനുള്ള അവസരം, ഇംഗ്ലീഷ് പഠിക്കുന്നതൊക്കെ പ്രധാനമാണ്. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുന്നതോടുകൂടി നമുക്കുള്ളത് നഷ്ടപ്പെട്ടാൽ അവിടെയാണ് നമ്മൾ പരലോകത്ത് മറുപടി പറയേണ്ടി വരിക. അല്ലാഹു റസൂൽ പറഞ്ഞു, മാ നഹല വാലിദൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു കുട്ടിക്ക് വേണ്ടി പിതാവിന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് നല്ല ഒരു കൾച്ചർ, നല്ല ഒരു സിസ്റ്റം, നല്ല ഒരു ഹാബിറ്റ് അവനെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഉപ്പാന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതാണ് ഒരു പിതാവിന്റെ, മാതാവിന്റെ ബാധ്യത എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെക്കേണ്ടി വരുമ്പോൾ അന്തസ്സോടെ ഉയർന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റണം, അത് എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വേണം നമ്മുടെ മക്കളെ. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രദേശത്തൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഇല്ലാത്തടത്ത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും നമ്മൾ പരിശ്രമിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ജനങ്ങൾ കോപിച്ചാലും നമുക്കത് നഷ്ടമല്ല, പലരും നമുക്ക് നേട്ടമായിരിക്കും. അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ വാഹിദിൽ ഖഹാർ അസീസിൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസി തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹി അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖ്യാർ മാദാമത്തി സമാവാതി വൽ അർദി മാ തവക്കബത്തു കലിമാത്തുൽ അൻവാർ മാവാദിത്തുല്ലാഹ്. വിശ്വാസികളോട് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉപദേശിക്കുന്നു. ഇത്തരം ഒരു ഇസ്ലാമിക വസ്ത്രം സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് മാത്രമല്ല, അന്തസ്സും അവരുടെ അംഗീകാരവും, അവർക്ക് ലഭിക്കുന്ന അംഗീകാരവും ലോകത്ത് നേടിയെടുത്ത എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നോബൽ ജേതാവായിട്ടുള്ള തവക്കുൽ കർമാൻ എന്ന് പറയുന്ന യമൻകാരിയായിട്ടുള്ള എഴുത്തുകാരി, സാഹിത്യകാരി, അവർ നോബൽ സമ്മാന ജേതാവാണ്. അവര് നോബൽ പ്രൈസ് ഏറ്റുവാങ്ങിയത് മനോഹരമായി ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. കനീസ് ഫാത്തിമ എന്ന് പറയുന്ന കർണാടകയിലെ MLA, കർണാടകൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന MLA, അവർ ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പൊതുരംഗത്ത് വളരെ ഉച്ചേസ്വരം ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കുന്നത്. ഹലീമ യാക്കൂബ് എന്ന് പറയുന്ന സിംഗപ്പൂർ പാർലമെന്റ് സ്പീക്കർ, വെറും 15% സിംഗപ്പൂരിലെ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അവിടുത്തെ സ്പീക്കർ ആയിട്ടുള്ള ഒരു മുസ്ലിം വനിത ഹലീമ യാക്കൂബ്. എത്രയോ ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ടാൻസാനിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ
ഇപ്പോ അവിടെ ആ രാജ്യത്തിന്റെ ടാൻസാനിയയിലെ മുസ്ലിം പ്രാതിനിധ്യം, മുസ്ലിം ശതമാനം പറയുന്നത് 35% മാത്രം. അവിടുത്തെ ഇന്നത്തെ പ്രസിഡന്റ് സാമിയ ഹസൻ എന്ന് പറയുന്ന മനോഹരമായി ഇസ്ലാമിക വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സഹോദരിയാണ്. 1% മുസ്ലിങ്ങളാണ് അമേരിക്കയിലുള്ളത്. അമേരിക്കൻ പാർലമെന്റിൽ ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പറാണ് ഇൽഹാൻ ഉമർ എന്ന് പറയുന്ന സഹോദരി. വിമാനം പറത്തുന്ന സെൽവ ഫാത്തിമ, പൈലറ്റ് ആയിട്ടുള്ള സെൽവ ഫാത്തിമയെ നമുക്കറിയാം. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇസ്ലാമിക വസ്ത്രം ധരിച്ച് നഗ്നത ഒരൽപ്പം പോലും വെളിവാക്കാതെ. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഉദാഹരണങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നും ലോകത്ത് ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് ആത്മാഭിമാനത്തോടെ ഇസ്ലാമിക വസ്ത്രം ധരിച്ച് തങ്ങൾക്ക് വളരാൻ സാധിക്കുന്ന ഉന്നതമായ തലങ്ങളിലേക്ക് വളർന്നുയർന്ന എത്രയോ സഹോദരിമാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന നിരവധി വ്യക്തികൾ, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക് ആ ലെവലിലേക്ക് വളരുവാൻ ഇതൊന്നും ഒഴിവാക്കേണ്ടതില്ല. ഇതിൽ നിന്നൊന്നും പിന്നോട്ട് പോകണില്ല. അതുകൊണ്ട് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ നമുക്ക് ചെയ്യാനാവുന്നത് ചെയ്യുക. അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും. ആ ഒരു ആത്മാഭിമാനമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ വിശ്വാസത്തിലൂടെ, ആദർശത്തിലൂടെ, ഇസ്ലാമിലൂടെ പകർന്ന് നൽകേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും അനുഗ്രഹം നൽകി നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.